എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഉഷ്ണരാശിയിലെ സാഹിത്യ സമാനതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉഷ്ണരാശി എന്ന പദത്തിന് രണ്ട് അർത്ഥതലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്, ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതിനകം വായിച്ചിരിക്കാൻ ഇടയുള്ളൊരു പുസ്തകമാണ് ഉഷ്ണരാശി എന്ന നോവൽ. എന്നാൽ അതിനുപരിയായി നമ്മുടെ കേരളത്തിലെ ഒരു അതിതീക്ഷ്ണമായ ഒരു കാലഘട്ടത്തിന്റെ ഉഷ്ണരാശി എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു അതിതീക്ഷ്ണമായ ഒരു കാലരാശിയുടെ ആ ഒരു കാലത്തിന്റെ കഥ പറയുന്ന സാഹിത്യ സമാനതകളെക്കുറിച്ചുകൂടിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഉഷ്ണരാശി അത്തരമൊരു കൃതിയാണ്. എന്നാൽ ഉഷ്ണരാശിക്ക് മുന്നേ തന്നെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന, മൌനം കുറ്റകരമാവുന്ന മുഹൂർത്തങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു കാലഘട്ടത്ത് നമ്മുടെ മലയാള സാഹിത്യത്തിൽ കാവ്യങ്ങളായിട്ടും ഗദ്യ രചനകളായിട്ടുമൊക്കെ സംഭവിച്ച സാഹിത്യ കൃതികളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഈ പ്രഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 1946 ഒക്ടോബർ 27 പുനഃപ്രവയലാർ സമരത്തിലെ അവസാനത്തെ കൂട്ടക്കൊലി വയലാറിൽ നടന്നത്. തുലാം 10. അതിന്റെ 2 ദിവസം മുമ്പായിരുന്നു, തുലാം 7 പുന്നപ്രയിലെ വെടിവയ്പും കൂട്ടക്കുരുതിയും. തിരുവിതാംകൂറിന്റെ ഏകാധിപതിയായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ രാജാവിനെ മറയാക്കി നിർത്തിക്കൊണ്ട് നടത്തിയ ക്രൂരമായ നരനായാട്ടിന്റെ കഥയാണ് പുനഃപ്രവയലാർ സമരകഥ. ഈ സമരങ്ങളിലായി എത്ര പേര് മരിച്ചുവെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല. 196 പേര് മരിച്ചു എന്നാണ് സർ സി പി എന്ന ഭരണാധികാരി അന്നത്തെ കേന്ദ്ര സർക്കാരിന് അയച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു കൊലയാളി ഒരിക്കലും സത്യം പറയില്ല, നമുക്കറിയാം. എന്നാൽ സമരഭടനായിരുന്ന കെ സി ജോർജ് അദ്ദേഹത്തിന്റെ പുനഃപ്രവയലാർ എന്ന കൃതിയിൽ പറയുന്നത് 500ഓളം പേര് കൊല്ലപ്പെട്ടുവെന്നാണ്. എന്നാൽ അതിനേക്കാൾ വിഭ്രമം ജനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് റോബിൻ ഗഫ്രി എന്ന ചരിത്രകാരന്റേത്. അദ്ദേഹം പറയുന്നത്, ഹിന്ദുപത്രത്തിൽ വന്ന റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, പുനഃപ്രവയലാർ സമരങ്ങളിലും അതിന്റെ അനുബന്ധ സമരങ്ങളിലുമായിട്ട് ഏതാണ്ട് 2000-ലധികം പേര് മരിച്ചിട്ടുണ്ടെന്നാണ്. എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് നമുക്ക് മരണപ്പെട്ടവരുടെ കണക്ക് പറയാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ, വാരിക്കുന്തമേന്തിയ വോളണ്ടിയർ മാത്രമല്ല ഈ സമരത്തിൽ വെടിയേറ്റ് മരിച്ചത്. നമുക്കറിയാം, വയലാർ മേഖലയിൽ വ്യാപകമായ കുടിയൊഴിക്കലുണ്ടായി. തുടർന്ന് ആബാലവൃത്തം ജനങ്ങളും കിടക്കാൻ കിടപ്പാടമില്ലാതെ വയലാറിലെ 6 ക്യാമ്പുകളിലായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. അവർക്ക് ആഹാരമില്ലായിരുന്നു. ആഹാരം കൊടുക്കാനായിട്ട് ക്യാമ്പുകളിലാണ് ആഹാരം തയ്യാറാക്കിയത്. വയലാറിൽ വെടിവെപ്പ് നടക്കുന്ന ദിവസം തുലാം 10 ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഈ അബാലവൃത്തം ജനങ്ങളും രാവിലെ ആഹാരം കഴിക്കാതിരുന്ന വിശന്നു വലഞ്ഞ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്താണ് പട്ടാളം കായലിന്റെ 3 ഭാഗത്തുകൂടി വളഞ്ഞ് വെടിവെയ്പ് ആരംഭിച്ചത്. അതിൽ ഓടി രക്ഷപ്പെടാൻ അധികം ആർക്കും കഴിഞ്ഞിട്ടില്ലായിരുന്നു. 3 ഭാഗത്ത് ഒരുമിച്ച് പട്ടാളം വളഞ്ഞ് വെടിവെക്കുകയായിരുന്നു. ഒരുപാട് പേര്, സമരഭടന്മാരല്ലാത്ത ഒരുപാട് പേര്, വൃദ്ധന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഒരുപാട് പേര് ആ വെടിപ്പറമ്പിൽ മരിച്ചു വീണു. അവരുടെയൊക്കെ എണ്ണമെടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പിന്നീട് 3 കൂമ്പാരങ്ങളാക്കി മരിച്ചവരെയും ജീവനവശേഷിക്കുന്നവരെയും കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച്
കൊന്ന ക്രൂരതയുടെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. വയലാറിലെ കുളങ്ങളിൽ ശവങ്ങൾ വാരിയിട്ട് നികത്തിയ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരുപക്ഷെ ജാലിയൻവാല ബാഗിനേക്കാളും ക്രൂരമായ നരനായാട്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വയലാർ വെടിവെപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ പുനഃപ്രവയലാർ സമര ശേഷത്തെക്കുറിച്ച് അധികം സാഹിത്യകൃതികളൊന്നും നമുക്ക് മലയാള സാഹിത്യത്തിന് കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഐതിഹാസികമായ പുനഃപ്രവയലാർ സമരം കഴിഞ്ഞ് 100 ദിവസം തികയും മുമ്പേ മലയാള സാഹിത്യത്തിൽ ഉജ്ജ്വലമായൊരു കൃതി പുനഃപ്രവയലാർ സമര സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പിറവി കൊണ്ടു എന്നത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി പി ഭാസ്കരൻ എഴുതിയ വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യം സമര കാലഘട്ടത്തിന്റെ ഒരു രേഖാചിത്രം ഈ വയലാർ ഗർജിക്കുന്നു എന്ന കൃതിയുടെ ആമുഖത്തിൽ കവി പി ഭാസ്കരൻ കുറിച്ചു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ആമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഉരുക്കും രക്തവും തമ്മിലായിരുന്നു ആ പോരാട്ടം, പിടയുണ്ടയും മനുഷ്യമാംസവും തമ്മിൽ. ജയിച്ചത് രക്തവും മാംസവുമാണ്. എന്തുകൊണ്ടെന്നാൽ രക്തത്തിന്റെയും മാംസത്തിന്റെയും പിന്നിൽ ധീരനും അചഞ്ചലനുമായ മനുഷ്യനുണ്ടായിരുന്നു. പൈശാചികമായിരുന്നു ഉരുക്കിന്റെ പിന്നിലെ ശക്തി. നിരായുധരും നിരപരാധികളുമായ കുറേയധികം യുവാക്കളെയും വൃദ്ധന്മാരെയും തരുണികളെയും കുഞ്ഞുങ്ങളെയും വെടിവെച്ചു കൊല്ലുക ഒരു ധീരകൃത്യമല്ല. പക്ഷേ വെടിയുണ്ടകളെ വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തിന്റെ മുഖത്ത് പോലും മുട്ടുചുരുട്ടി ഇടിക്കുക എന്നത് നമ്മളെ അമ്പരപ്പിക്കുകയാണ്. അതായിരുന്നു വയലാർ. ആമുഖത്തിൽ അദ്ദേഹത്തിന്റെ നേരനുഭവങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. 2 രാപ്പകലുകൾ മുഴുവൻ ആ ശവശരീരങ്ങൾ, രക്തസാക്ഷികളുടെ പ്രേതങ്ങൾ ആ തൈത്തങ്ങളുടെ തണലുകളിലും നാട്ടുകുളങ്ങളുടെ കരകളിലുമായി ചോരയണിഞ്ഞു കിടന്നു. അവ അനങ്ങുന്നില്ലെന്നായിരുന്നു ശത്രുക്കളുടെ വിചാരം. പക്ഷേ അവ അനങ്ങുന്നുണ്ടായിരുന്നു. അവരുടെ ഹൃദയങ്ങൾ സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആത്മാവുകൾ കേരളത്തോടും മനുഷ്യത്വത്തോടും നിഷേധിക്കുവാൻ വയ്യാത്ത ഒരു കൽപ്പന വിളിച്ചു പറയുകയായിരുന്നു. അവരെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കൂമ്പാരങ്ങളാക്കി കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് പട്ടാളവും ഭരണകൂട ഭീകരതയും ചേർന്ന് കത്തിച്ച് ചാമ്പലാക്കിയത്. വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഉയരും ഞാൻ നാടാകെ ഉയരും ഞാൻ, വീണ്ടും അങ്ങ് ഉയരും ഞാൻ, വയലാർ അലറിടുന്നു. മിഴികളിൽ ആവേശ തെളിതാളം, ഹൃദയത്തിൽ വഴിയുന്ന വിപ്ലവ വീര്യബോധം. പുതിയതാം ദേശാഭിമാനത്താൽ നുരകുത്തും ചുടുചോരയുടനീളം നാടികളിൽ ഇവയോർത്തുമർജിത ജനതയും ഇന്നിന്റെ കവികളും അതിശയിച്ചോർത്തു നിൽക്കെ അലയടിച്ചെത്തുന്ന തെക്കൻ കൊടുങ്കാറ്റിൽ അലറുന്ന വേലാറിൽ ശബ്ദം കേൾക്കൂ എന്ന് തുടങ്ങുന്ന ഖണ്ഡകാവ്യം വയലാറിന്റെ ഒരു നേർചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വരച്ചു വയ്ക്കുന്നത്. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ, ഉയർനാട്ടിനേകിക്കൊണ്ട് ഉയരും വീണ്ടും. പിൽക്കാലത്ത് നമ്മുടെ ഒരു വിപ്ലവ സങ്കല്പത്തിന്റെ ഒരു മൂർത്ത രൂപമായിട്ട് മാറിയ ഒരു മുദ്രാവാക്യമാണ് ഈ ഖണ്ഡകാവ്യത്തിന്റെ അവസാനത്തെ വരികൾ. ഞാൻ നാടാകെ പടരും ഞാനൊരു പുത്തനുയിർ നാട്ടിനേകിക്കൊണ്ടുയരും വീണ്ടും. ഇത് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കവി പി ഭാസ്കരൻ നീർന്ന ഹൃദയനൊമ്പരത്താൽ പറയുന്ന ചില വരികളുണ്ട്. പുകയുമാ വെണ്ണീറിൽ തൂലിക കൊണ്ടൊന്ന് ഇകേണയ നാടിൻ ചരിത്രകാര. അദ്ദേഹം നാടിന്റെ ചരിത്രകാരന്മാരോട് ആവശ്യപ്പെടുന്ന ഒരു ആഹ്വാനമാണത്. നാടിന്റെ ചരിത്രകാരന്മാർ പലരും തൂലിക കൊണ്ട്
പുകയുന്ന വെടിയേറിൽ തികഞ്ഞു. അവരിൽ പലരും വലതുപക്ഷ ചരിത്രകാരന്മാരായിരുന്നു. അവര് അസത്യങ്ങളും അടുത്ത സത്യങ്ങളുമായിട്ടുള്ള ഒരുപാട് കഥകൾ മെനഞ്ഞെടുത്തു. സത്യങ്ങൾ അറിയാൻ പിന്നീടും ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. ആ സമരത്തിൽ പങ്കെടുത്ത സമരനായകന്മാർ പിൽക്കാലത്ത് അവരുടെ അനുഭവങ്ങൾ പങ്കിട്ടു. അങ്ങനെ ഇന്ന് പുതിയ തലമുറയ്ക്ക് മുൻപിൽ പുന്നപ്രവയലാർ സമരത്തെക്കുറിച്ചുള്ള ഓർമ്മകളായി അവശേഷിക്കുന്നത് അന്ന് പുന്നപ്രവയലാർ സമരത്തിന്റെ സമരഭടന്മാരായിരുന്ന KC ജോർജും PK ചന്ദ്രാനന്ദനും MV ചന്ദ്രസേനും ഉൾപ്പെടെയുള്ള സമരഭടന്മാരും പുതുപ്പള്ളി രാഘവൻ ഉൾപ്പെടെയുള്ള അക്കാലത്തെ പുരോഗമന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ചിന്തകരും ഉൾപ്പെടെയുള്ളവർ എഴുതിയ ചില രേഖകൾ മാത്രമാണ്. ഒരു സാഹിത്യകൃതി എന്ന നിലയ്ക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ P. ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യം ഒഴിച്ചാൽ മലയാള സാഹിത്യത്തിൽ പുന്നപ്രവയലാർ സമരകാലഘട്ടത്തിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒരു വസ്തുനിഷ്ഠമായ ഒരു സാഹിത്യകൃതി ഉണ്ടായി നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഉഷ്ണരാശി എനിക്കൊന്നും വരെയും പലപ്പോഴും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണത്. കാര്യം കേരളത്തിന്റെ എക്കാലത്തെയും യശസ്വികളായ സാഹിത്യകാരന്മാർ ജീവിച്ചിരുന്ന മണ്ണാണ് ആലപ്പുഴ ജില്ല. ഞാനിവിടെ ജേതാവായ തകഴി ശിവശങ്കരപ്പിള്ളയും P. കേശവദേവും വയലാർ രാമവർമ്മയും ഉൾപ്പെടെയുള്ള ഒരുപാട് എഴുത്തുകാരുടെ ജീവിത കാലഘട്ടത്തിലാണ് ഈ പുന്നപ്രവയലാർ സമരം എന്ന ഐതിഹാസികമായ സമരം നടക്കുന്നത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് എന്തുകൊണ്ടാണ് അവരെ നേരിട്ട് ഈ സമര പശ്ചാത്തലത്തിൽ ഒരു സാഹിത്യകൃതി രചിക്കാതെ പോയത് എന്ന്. പുന്നപ്രവയലാർ സമരത്തെക്കുറിച്ചൊരു സമഗ്രമായ പ്രതിപാദനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിന്റെ പാർശ്വ പരാമർശങ്ങൾ തകഴിയുടെയും P. കേശവദേവിന്റെയും ഒക്കെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. തകഴിയുടെ രണ്ടിടങ്ങഴി പ്രസിദ്ധീകരിക്കുന്നത് 1948 പുന്നപ്രവയലാർ സമരം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിലാണ്. അത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ്. വളരെ പ്രശസ്തമായ നോവലാണ്. അവസരം വർദ്ധിതരുമായിട്ടുള്ള കർഷക തൊഴിലാളികൾ അവരെ വർഗബോധത്തോടെ ഉയർത്തെഴുന്നേറ്റ് ചൂഷകരായ ജന്മിമാർക്കെതിരെ ഉയർത്തുവരുന്ന പ്രതിരോധത്തിന്റെ മതിലുകൾ തീർക്കുന്ന ആവേശജ്വരമായ കഥയാണ് രണ്ടിടങ്ങഴിയിൽ തകഴി പറയുന്നത്. അതിലെ കോരനും ചിരുതയും കുഞ്ഞപ്പിയും എല്ലാം ശരിക്കും പറഞ്ഞാൽ കുട്ടനാടൻ കർഷക ജനതയുടെ പരിപ്രേക്ഷ്യങ്ങളാണ്. പുഷ്പവേലിൽ ഔസേപ്പ് എന്ന് പറഞ്ഞാൽ ജന്മിക്കെതിരെ അവര് തിരിയുന്നതും കോരൻ ജയിലിൽ പോകേണ്ടി വരുന്നതും അവിടെ കർഷക തൊഴിലാളി യൂണിയൻ സജീവമായിട്ട് വരുന്നതും അങ്ങനെ ഒരു തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധ നിര ഉയർത്തി ജന്മികൾക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ ചിത്രം രണ്ടിടങ്ങഴി എന്ന നോവലില് തകഴി ശിവശങ്കരപ്പിള്ള വരച്ചു കാണിക്കുന്നുണ്ട്. അതില് ഉഷ്ണരാശിയിൽ ഞാൻ നടത്തിയ ചില പരാമർശങ്ങൾ എനിക്ക് രണ്ടിടങ്ങഴിയിലും കാണാൻ കഴിഞ്ഞു. അൽക്കാലത്തെ ഈ ജന്മിമാര് പാടത്തും പറമ്പിലും പണിക്കാരായിരുന്ന ഈഴവരെയും പുലയന്മാരെയും പറയന്മാരെയും ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് സാധുക്കളായിട്ടുള്ള നായന്മാരെയും ക്രിസ്ത്യാനികളെയും പരിശീലിപ്പിച്ച് കർഷക തൊഴിലാളികളാക്കിക്കൂടാ എന്ന് ചിന്തിക്കുന്നതായിട്ട് ഉഷ്ണരാശിയിൽ ഒരു സീനിൽ പറയുന്നുണ്ട്. അതുതന്നെ ഈ രണ്ടിടങ്ങഴിയിലും അതേക്കുറിച്ച് ചില ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഭീകരത നമുക്ക് തകഴിയുടെ വാക്കുകളിലൂടെ നമുക്ക് രണ്ടിടങ്ങഴിയിൽ കാണാൻ കഴിയും. അത് കുഞ്ഞപ്പി കോരനോട് പറയുന്ന ഒരു വാചകമുണ്ട്. ഒരു പറയനെ തമ്പ്രാൻ 4 തല്ലി, അതിന് ഇത്രയൊന്നും പറയാനില്ല. എടാ തമ്പ്രാക്കന്മാര് അടിയാരെ തല്ലിക്കൊന്ന് ആറ്റി കെട്ടിത്താത്തിയിട്ടുണ്ട്, അത് അവരുടെ അധികാരമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ രീതിയിലുള്ള അന്നത്തെ കാലത്ത് കുട്ടനാട്ടില് നിലനിന്നിരുന്ന ഒരു ജന്മിത്വ സമ്പ്രദായത്തിന്റെയും അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വരവോടെ ഉണ്ടായ ഒരു ഉയർപ്പിന്റെ കഥയാണ് ശരിക്കും രണ്ടിടങ്ങഴിയിൽ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു
അത് പുനഃപ്രവേലാർ സമരത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിനെയാണ്. കാര്യം ഇടക്കാല തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സമരത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ കഥ പറയുന്നത്. അതുപോലെ തന്നെ തകഴിയുടെ തോട്ടിയുടെ മകനിലും തെണ്ടി വർഗത്തിലുമൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കയറിൽ പോലും അതിന്റെ ആ ഒരു പാർശ്വ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ സമഗ്രമായൊരു പ്രതിപാദ്യം ഉണ്ടായില്ല, തകഴിയെപ്പോലെ ഒരു സാഹിത്യകാരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതൊരു ആശ്ചര്യമായിട്ട് നമുക്ക് അവശേഷിക്കുകയാണ്. അതുപോലെ തന്നെ പി കേശവദേവ് അന്ന് 1938 ഒന്നാം പണിമുടക്കിലെ തിരുവിതാംകൂർ ലേബർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എഴുത്തുകാരനായ സാഹിത്യകാരനായ പി കേശവദേവ്. വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹം ഈ തൊഴിലാളികളുടെ പണിമുടക്ക് ആസൂത്രണം ചെയ്തതെന്ന് ഞാൻ വായിച്ച് അറിയുകയുണ്ടായി. രാവിലെ 10 മണിക്ക് തന്നെ കയർ ഫാക്ടറികൾക്ക് സമീപം ഖതിനാവിടികൾ പൊട്ടുന്നു. പെട്ടെന്ന് ഫാക്ടറികളിലെ വണ്ടിച്ചക്രങ്ങൾ കറക്കം നിൽക്കുന്നു. ഫാക്ടറികളിൽ നിന്ന് ഒരേ സമയം ഫാക്ടറികൾ ഒരേ സമയം നിശ്ചലമാകുന്നു. തൊഴിലാളികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഐസൻസ്റ്റീന്റെ ബാറ്റിൽഷിപ്പ് ഓഫ് പൊട്ടഗൻ എന്ന സിനിമയിൽ കാണുന്നത് പോലെ ഇങ്ങനെ നിരത്തുകളിലേക്ക് ഒഴുകുന്ന ഒരു നാടകീയത. പക്ഷെ ആ നാടകീയത ആവിഷ്കരിച്ച യശസ്വിയായ പി കേശവദേവ് പോലും അയൽക്കാരെന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ നോവലിൽ ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു ജന്മിത്ത സമ്പ്രദായത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരവിന്റെയും ഒക്കെ ഒരു ചിത്രം നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പുനഃപ്രവേലാർ സമര പശ്ചാത്തലത്തിൽ ഒരു രചന നടത്താനായിട്ട് അദ്ദേഹവും തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് ആശ്ചര്യം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ സമരം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തന്നെ അവിടെ ജനിച്ചു വളർന്ന വയലാർ അദ്ദേഹത്തിന്റെ നേർസാക്ഷ്യങ്ങളിൽ നിന്ന് വയലാറിലും പരിസര പ്രദേശങ്ങളിലും നടന്ന ദാരുണമായ കുടിയിറക്കിന്റെ ഭീകര ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടിയിറക്കൽ എന്നൊരു കവിതയിൽ. കുടിലിന്റെ മുറ്റത്ത് തൈക്കിടാങ്ങൾ കുടുകുടെ കണ്ണീരൊഴുക്കി നിന്നു. കരവും കുടവും പെറുക്കി മാറ്റാൻ ഒരേ കിടാത്തിക്ക് മെയ് വിറച്ചു. മുതലാളിത്തമ്പ്രാന്റെ കൂട്ടുകാരൻ മുരുകന്റെ മാടം അടച്ചുകെട്ടി. ജന്മക്കിടാത്തികൾ ഒത്തുകൂടി ഉറയിട്ട് കേണാലും ആര് കേൾക്കാൻ എന്ന നിസ്സഹായമായ ഒരു ചിത്രം അദ്ദേഹം നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് എന്റെ നാടിനെപ്പറ്റി എന്ന ശീർഷകത്തിൽ വയലാർ എന്ന ഗ്രാമത്തെക്കുറിച്ച്, അവിടെ നടന്ന വിപ്ലവത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കവിത എഴുതുന്നത് 4 വർഷത്തിനുള്ളിൽ. അതിൽ അദ്ദേഹം ആ ഒരു വയലാറിന്റെ ചോരവീണ വയലാറിന്റെ ഒരു ചിത്രം വളരെ ഒരു ഹൃദയസ്പൃക്കായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ ചെറുമണൽ തരിപോലും രക്തത്തിൻ ചുവയുള്ള തീപ്പൊരിയായിരിക്കും. അറിയുവാനുണ്ടാം അവയ്ക്കൊരു 10-100 അരിവാളുകൾ തൻ സമരഗാഥ എന്ന് അദ്ദേഹം എഴുതുന്നു. എന്നിട്ട് അദ്ദേഹം ആ കവിത അവസാനിപ്പിക്കുന്നത് പുതിയ തലമുറയോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. എഴുതുമോ നിങ്ങളൻ നാടിന്റെ നെഞ്ചിൽ നിന്നൊഴുകിയ ചോര തൻ വീരകാവ്യം, അഗർവി വെൺമണൽ തരികളെ ചൂണ്ടി നിന്ന് അഭിമാനം കൊള്ളും തലമുറകൾ എന്ന് വരുന്ന തലമുറയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എന്നെപ്പോലുള്ളവർക്ക് പിന്നീട് ആവേശമായി തീർന്ന ഇതുപോലുള്ള എഴുത്തുകാരുടെ മണ്ണിൽ ജനിച്ചു മരിച്ച എഴുത്തുകാരുടെ ഉള്ളിൽ അവശേഷിച്ച അവർ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ ഒരു കർമ്മത്തിന്റെ വിങ്ങലായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ജനകോടികൾ കാക്കും നിങ്ങളിൽ സമരപുളകങ്ങളും ദൂരമാലകൾ ബലികുടീരങ്ങളെ. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മുതലാളിത്തമെനിൻ മുൻപിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മുതലാളിത്തമെനിൻ മുൻപിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. ഉഷ്ണരശിയുടെ എഴുത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞൊരു
രസകരമായ ഒരു കാര്യം, പുനഃപ്രവലാർ സമര കാലഘട്ടം പശ്ചാത്തലമാക്കി മലയാളത്തിലൊരു നോവൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ നോവൽ പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു നോവലാണ്. പുനഃപ്രവലാർ അഥവാ ബാലസിംഹൻ എന്നാണ് ആ നോവലിന്റെ പേര്. ആർ രാഘവൻ നായർ എന്നൊരാളാണ് ആ നോവൽ എഴുതിയിരുന്നത്. അപ്പൊ ഈ നോവലിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഞാൻ വളരെ ആവേശത്തോടെ ഈ നോവലിനെ കുറിച്ച് നോവൽ കണ്ടെത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ നോവലിന്റെ കോപ്പികൾ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ഒടുവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗത്തിലെ അവിടുത്തെ റഫറൻസ് വിഭാഗത്തിൽ നിന്ന് റഫർ ചെയ്യാൻ വേണ്ടി മാത്രമേ എനിക്ക് ആ പുസ്തകം കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് തന്നെ ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ആ പുസ്തകം മുഴുവനും വായിച്ചു തീർത്തു. വളരെ ചെറിയൊരു പുസ്തകമാണ്. പക്ഷെ അത് എനിക്ക് ഒരുപാട് നിരാശാജനകമായി പോയി. കാര്യം ഞാൻ കരുതിയത് പുനഃപ്രവലാർ സമരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു പുനഃപ്രവലാർ സമര കാലഘട്ടത്തിന്റെ നേരെ കാഴ്ചകളായിരിക്കും ആ നോവലിൽ ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷെ അതൊരു പ്രണയകഥയായിരുന്നു. പുനഃപ്രവലാർ സമരത്തോട് ആവേശം തോന്നിയ ഒരു യുവാവിന്റെ ഒരു പ്രണയകഥ സെക്രട്ടേറിയറ്റിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു ശരിക്കും ഈ നോവലിൽ ചെയ്യുന്നത്. അതിനകത്തിങ്ങനെ ഈ ക്യാമ്പുകളെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങളുണ്ട്. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ചില പരാമർശങ്ങളുണ്ട് എന്ന് ഒഴിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ പുനഃപ്രവലാർ അഥവാ ബാലസിംഹൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ പുനഃപ്രവലാർ സമരത്തെ ഉദാത്തമാക്കുന്ന ഒരു നോവലായിരുന്നില്ല അത്. എന്നാൽ നമ്മുടെ ഈ സമര കാലഘട്ടത്തിലെ പല രചനകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 1930-കൾക്ക് ശേഷം ആലപ്പുഴയിൽ ജീവിച്ചിരുന്ന പല എഴുത്തുകാരുടെയും രചനകളിലൂടെ ആ ഒരു പുനഃപ്രവലാർ സമര വീര്യം തുളുമ്പുന്ന പല കവിതകളും ഗാനങ്ങളും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ പ്രിയങ്കരനായ കവി ONV കുറുപ്പ് കേരളത്തിന്റെ പാരീസ് കമ്മ്യൂൺ അതാണ് വയലാറെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അക്കാലത്ത് വയലാറിനെ കുറിച്ചൊരു കവിത എഴുതിയുണ്ടായി. ഇന്നലത്തെ ചരിത്രം കൊളുത്തിയ മിന്നി നിൽക്കുന്നൊരു ജ്വര ദീപമേ, ഇന്നിന് ആവേശമാകുന്നു നീ നവ്യ സുന്ദരമാമൊരു നാളെയെ നേടുവാൻ എന്നാണ് ആ വരികൾ. എന്നാൽ അതിനു മുൻപേ തന്നെ ഈ സമരത്തിന് വിപ്ലവ വീര്യം നൽകിക്കൊണ്ട് ഒരുപാട് ചെറിയ ചെറിയ കവിതകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് അതൊന്നും തന്നെ സമാഹരിക്കുകയോ പുസ്തകമാക്കുകയോ ചെയ്തിട്ടില്ല. അത് ശരിക്കും ഇനിയൊരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തി സമാഹരിക്കപ്പെടേണ്ട രചനകളാണത്. ഒരുപാട് വിപ്ലവ വീര്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന വരികളാണ് ആ കവിതകളിൽ പലതിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ പ്രശസ്ത സാഹിത്യകാരനായ SK പൊറ്റക്കാട് ആലപ്പുഴ തൊഴിലാളികളോട് എന്ന ശീർഷകത്തിൽ അക്കാലത്തൊരു കവിത എഴുതിയിട്ടുണ്ട്. പതറരുത് കാലുകൾ മുന്നോട്ട് മുന്നോട്ട് അടവരുതി നിൽക്കുമെൻ ധീരയോദ്ധാക്കളെ, അടിയിടിയിൽ ലാത്തി പ്രഹരങ്ങൾ വർധനം, വെടികൾ നരനായാട്ട് കൂട്ടക്കൊലകളും, തെരുതരെ ഉതിർക്കലും മുന്നോട്ട് മുന്നോട്ട് തുരുതുരെ അദൃശ്യരായി കോവിൻ സഹാക്കളെ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു കവിതയാണ് SK പൊറ്റക്കാടിന്റെ സംഭാവന. അതുപോലെ കവി ബോധേശ്വരൻ, ഞെട്ടിൻ നടുങ്ങുവിൻ ദുഷ്പ്രഭുക്കൾ അന്യർതൻ ക്ലേശഫലം വലിപ്പോൾ കാരാഗൃഹത്തിന്റെ ഭിത്തിയെല്ലാം ഭേദിച്ചെറിയാൻ വരുന്നു ഞങ്ങൾ എന്ന് അന്നത്തെ വിപ്ലവത്തിന്റെ അണികൾക്ക് ആവേശം പകരുന്ന കവിതകൾ കുറിച്ചിരുന്നു. അതുപോലെ ആലപ്പുഴയിലെ തൊഴിലാളി പണിമുടക്ക് കാലത്ത് കൃഷ്ണപിള്ള സഖാവ് തന്നെ ഒരു കവിത എഴുതിയ കാര്യം സഖാവ് R സുഗതൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിമകളല്ല ഞങ്ങൾ, അടങ്ങുകയില്ലിനി ഞങ്ങൾ, അടിയുറപ്പിച്ചു നിന്ന് പൊരുതും ഞങ്ങൾ എന്ന് തുടങ്ങുന്നതായിരുന്നു വിപ്ലവാവേശം തുളുമ്പുന്ന ആ കവിത. സഖാവിൻ്റെ പ്രേരണയിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. KPJ പോലുള്ളവർ അക്കാലത്ത് വിപ്ലവ കവിതകൾ എഴുതിയത് സഖാവിൻ്റെ പ്രേരണയിലാണ്. അതുപോലെ K ദാമോദരൻ്റെ പ്രശസ്ത നാടകമായ പാട്ടബാക്കിയും രക്തപാനവുമൊക്കെ സഖാവിൻ്റെ പ്രേരണയിൽ എഴുതിയ ആ കാലത്തിൻ്റെ വിപ്ലവ സ്പന്ദങ്ങളാണ്. പിൽക്കാലത്ത് കേരളത്തിലെ ജനഹൃദയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ ആഴ്ത്തിയ തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ അതൊക്കെ 1950-കളിൽ ആണ് വരുന്നത്. പക്ഷെ അതിനൊക്കെ എത്രയോ മുൻപാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ വേരോടിക്കാൻ സഹായിച്ച
പാട്ടബാക്കിയും രക്തപാനവും പോലുള്ള നാടകങ്ങൾ മലയാളത്തിലുണ്ടായത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അക്കാലത്തെ സമരങ്ങൾക്കും ജാഥകൾക്കുമൊക്കെ ആവേശം പകർന്നിരുന്നത് ആർ സുഗതനെ പോലെ അല്ലെങ്കിൽ എസ് കെ ദാസിനെ പോലെ ആ സമരത്തിന്റെ ഭാഗമായിരുന്ന നിമിഷ കവികളുടെ രചനകളായിരുന്നു. ഈ രചനകൾ പലതും അന്നത്തെ SRCP ഗവൺമെന്റ് നിരോധിക്കുകയുണ്ടായി. എസ് കെ ദാസ് എന്ന നിമിഷ കവിയുടെ എഴുന്നേൽപ്പിൻ നിങ്ങൾ തനിപ്പട്ടിണിക്കാരെ, എഴുന്നേൽപ്പിൻ മഞ്ഞിൽ കഷ്ടപ്പെടുന്നവരെ, നീതിബോധം അധിക്ഷേപിച്ച് ഇടിനാദം മുഴങ്ങുന്നു, കൂടുതൽ നല്ലൊരു ലോകം പിറക്കുകയായി എന്നിങ്ങനെയുള്ള സൂചനകളുള്ള വരികൾ. അതുപോലെ അമേരിക്കൻ മോഡലിനെതിരെ നടത്തിയ ജാഥകളിൽ മുഴങ്ങിക്കേട്ട പോരിക പോരിക നാട്ടാരെ, ഓർക്കളമെത്തുക നാട്ടാരെ, ചേരുക ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ, ലാത്തിത്തല്ലും വെടിയും കുത്തും പോലീസിന്റെ നായാട്ടും, ജന്മിത്വത്തിൻ ക്രൂരതയും മർദ്ദക ഭരണം വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട ദിവാൻ ഭരണം. ഇതുപോലുള്ള മുദ്രാവാക്യ കവിതകൾ ഉയരട്ടങ്ങനെ ഉയരട്ടെ, ചോരച്ചെങ്കുടി ഉയരട്ടെ പോലുള്ള ആർ സുഗതന്റെ വളരെ ആവേശം പകരുന്ന പല ഗാനങ്ങൾ, ഇതൊക്കെ തന്നെ അന്നത്തെ ഈ സമര സാഹിത്യത്തിന്റെ ഭാഗമായിരുന്നു. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, മുതലാളിത്തം ഒഴിയട്ടെ, വിപ്ലവം ജയിക്കട്ടെ. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ, വിശ്വപ്രകൃതിയെ വെല്ലുവിളിക്കും വിപ്ലവം ജയിക്കട്ടെ. തോറ്റിട്ടില്ല തൊഴിലാളി, വർഗസമര പടയാളി, യുഗവിപ്ലവത്തിൻ തേരാളി, പടയാളി തേരാളി, പടയാളി തേരാളി. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ, വിശ്വപ്രകൃതിയെ വെല്ലുവിളിക്കും വിപ്ലവം ജയിക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ. മാമ്പഴക്കരിയിൽ നടന്ന യോഗങ്ങളിലൊക്കെ അവിടുത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ, കറുത്തമ്മ, തെക്കേക്കര ഭാർഗവി, വെളിയിൽ ഭാരതി, കറുത്ത തുടങ്ങിയ ഗായകര്, അതുപോലെ തന്നെ ആലപ്പുഴയിലെ പല സമര ജാഥകളിലും യോഗങ്ങളിലുമൊക്കെ മേദിനി ചേച്ചിയെ പോലുള്ള പാട്ടുകാര്, അനസൂയയെ പോലുള്ള പാട്ടുകാർ, അവരൊക്കെ പാടിയിരുന്നതൊക്കെ അക്കാലത്തെ സമര ഭടന്മാരുടെയും സമരത്തിന്റെ ഭാഗമായിരുന്ന കവികളുടെയും ഒക്കെ സംഭാവനകളായ രചനകളായിരുന്നു. നേരം വളരെ പുലരും മുൻപേ തമ്പുരാൻ വന്ന് വിളിക്കുന്നേ, ഇന്നക്കൊടയും കറക്കിപ്പിടിച്ച് തമ്പുരാൻ വന്ന് വിളിക്കുന്നേ എന്ന ഒരു പുലയ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന തമ്പുരാനെക്കുറിച്ചുള്ള ഒരു ചിത്രം വരച്ചുകാട്ടുന്ന കുട്ടനാട്ടിലെ ഒരു വളരെ വാമൊഴിയിലെന്ന് വ്യാപിച്ചിരുന്ന ഒരു പാട്ടാണിത്. നേരം പോയല്ല എന്റെ കൊച്ചെമ്പുരാനെ, എന്നെ നോക്കാതെ നേരെ നോക്ക എന്റെ കൊച്ചെമ്പുരാനെ എന്നിങ്ങനെ ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള കവിതകളുമൊക്കെ അന്നത്തെ ചെറുമികളെന്ന് വിശേഷിപ്പിച്ചിരുന്ന തൊഴിലാളി വർഗത്തിലെ സ്ത്രീകൾ പാടിയിരുന്ന പല പാട്ടുകളും കാലത്തെ സമര ഭടന്മാർ പലരും അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീ പുരുഷന്മാർ പലരും നിമിഷ നേരം കൊണ്ട് രചിച്ച കവിതകളായിരുന്നു. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് രചനകളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷെ അതിനൊരു ഗവേഷണ ബുദ്ധിയോടെ അക്കാലത്തെ മുദ്രാവാക്യ കവിതകളിലേക്കും കാവ്യങ്ങളിലേക്കും ഒക്കെ ഗീതങ്ങളിലേക്കുമൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതായിട്ട് വരും. പുനപ്രവിലാർ
സമര കാലഘട്ടം പശ്ചാത്തലമാക്കിയുള്ള സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും സ്മരണകളും നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. സ്മരണകളും സർഗാത്മക സാഹിത്യത്തിന്റെ ഒപ്പം ചേർത്ത് നിർത്താവുന്നതാണ്. കെ.സി. ജോർജിന്റെ പുനഃപ്രവയലാർ എന്ന കൃതിയാണ് ശരിക്കും പറഞ്ഞാൽ പുനഃപ്രവയലാർ സമരത്തെക്കുറിച്ചുള്ള ഒരു ആദ്യ ചിത്രം നമുക്ക് തരുന്നത്. അതിനുശേഷമാണ് എം.പി. ചന്ദ്രസേനനും പി.കെ. ചന്ദ്രാനന്ദനുമൊക്കെ പുനഃപ്രവയലാറിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുന്നത്. അതുപോലെ തന്നെ യദുകുലകുമാറിന്റെ കെ.വി. പത്രോസ് കുന്തക്കാരനും ബലിയാടും എന്ന കൃതിയും കെ.വി. പത്രോസ് എന്ന സമരനായകനെ കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് തരുന്ന ഒരു കൃതിയാണ്. അതുപോലെ ടി.വി.ക്ക് സഖാവ് പി. കൃഷ്ണപിള്ളയെക്കുറിച്ച് എഴുതിയ പുസ്തകം ആലപ്പുഴ നമ്മുടെ പുനഃപ്രവയലാർ സമര പശ്ചാത്തലത്തിലേക്ക് ഒരുപാട് വെളിച്ചം വീശുന്ന ഒരു കൃതിയാണെങ്കിലും പി. കൃഷ്ണപിള്ള പുനഃപ്രവയലാർ സമരത്തിൽ ആദ്യന്തം നിറഞ്ഞു വന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നതിന്റെ ഒരു വലിയ പങ്ക് ആലപ്പുഴ ജില്ലയിലായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ ഒരു ആത്മകഥാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്ര കൃതിയിൽ തീർച്ചയായിട്ടും ഒളിമിന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വലതുപക്ഷത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എ. ശ്രീധരമേനോന്റെ അറേബ്യൻ മോഡൽ അറബിക്കടൽ ഉൾപ്പെടെയുള്ള ചരിത്ര പുസ്തകങ്ങളിലും അതുപോലെ തന്നെ സീതാരാമപിള്ളയുടെ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലുമൊക്കെ നമുക്ക് ഈ പുനഃപ്രവയലാർ സമര കാലഘട്ടത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ അതൊരു വലതുപക്ഷ കാഴ്ചപ്പാടിലൂടെയാണ്. ചന്ദ്രശേഖരനാരുടെ ഐ സ്മരണകൾ എന്ന് പറയുന്ന ഒരു ആത്മകഥാപരമായ ഒരു കൃതിയിലും ഈ ഒരു കാലഘട്ടത്തിന്റെ നേർചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ വളരെ വികലമായ ഒരു ചിത്രം വരച്ചു കാട്ടുന്ന ഒരു കൃതിയാണ് വഞ്ചിക്കപ്പെട്ട വേണാട് എന്ന എൻ. ശ്രീകണ്ഠൻ നായരുടെ രചന. അത് പക്ഷെ നമുക്ക് വഞ്ചിക്കപ്പെട്ട ഒരു രചനയെന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാര്യം സമരത്തിന്റെ ഭാഗമായിരുന്ന സമരത്തിനുള്ള തീയതി നിശ്ചയിക്കാൻ ചുമതലപ്പെട്ട അഞ്ചംഗ കമ്മിറ്റിയിൽ ഒരാളായിരുന്ന എൻ. ശ്രീകണ്ഠൻ നായർ പുനഃപ്രവയലാർ സമരത്തിന് ശേഷം സമരത്തെ തള്ളി പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമെന്ന നിലയ്ക്ക് വേണം നമുക്ക് വഞ്ചിക്കപ്പെട്ട വേണാടെന്ന കൃതിയെ കാണാനായിട്ട്. അതുപോലെ പുതുപ്പള്ളി രാഘവന്റെ വിപ്ലവ സ്മരണകൾ, ഇതിലൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ നേർചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ പിന്നെ പിൽക്കാലത്ത് എസ്.എൽ. സദാനന്ദൻ, അദ്ദേഹം സമരത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം തിരക്കഥയിലൂടെ പുനഃപ്രവയലാർന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ തിരക്കഥയിലൂടെ ആ ഒരു കാലഘട്ടത്തിനെ വരച്ച് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സഖാവേ വിളിച്ചു പറയൂ സഖാവേ, അമേരിക്കൻ മോഡൽ, അമേരിക്കൻ മോഡൽ, ദിവാൻ ഭരണം, ദിവാൻ ഭരണം, തോക്കുകൾ കണ്ടിട്ടോടി പോകാൻ കൂലിപ്പടയല്ലോത്തോളൂ, തോക്കുകൾ കണ്ടിട്ടോടി പോകാൻ കൂലിപ്പടയല്ലോത്തോളൂ. അമേരിക്കൻ മോഡൽ, അമേരിക്കൻ മോഡൽ, ഉത്തരവാദ ഭരണം, ഉത്തരവാദ ഭരണം, ദിവാൻ ഭരണം, ദിവാൻ ഭരണം, പട്ടാളം ഞങ്ങൾക്ക് പുല്ലാട് പുല്ലാട്, പട്ടാളം ഞങ്ങൾക്ക് പുല്ലാട് പുല്ലാട്. അതുപോലെ വളരെ ചുരുക്കം ചില കൃതികൾ പുനഃപ്രവയലാർ സമര കാലഘട്ടത്തിന്റേതായിട്ട് നമുക്ക് മലയാള സാഹിത്യത്തിന് ലഭ്യമായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു സർഗാത്മക സാഹിത്യ കൃതി എന്ന നിലയ്ക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ പി. ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യം തന്നെയാണ് ഈ നിരയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ്
ഞാൻ എഴുതിയ ഉഷ്ണരാശി എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇതിനിടയിലുണ്ടായ ഒരുപാട് ചെറിയ കാവ്യങ്ങൾ, ഇപ്പോൾ ആർ സുഗതൻ എഴുതിയ ഒരുപാട് കാവ്യങ്ങളുണ്ട്. ചില കാവ്യങ്ങളൊക്കെ വളരെ ഭാവദീപ്തങ്ങളായിട്ടുള്ള കാവ്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള കാവ്യങ്ങളും ഗാനങ്ങളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു ഗവേഷണത്തിന് വകയാണ്. ആരെങ്കിലും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി അങ്ങനെയുള്ള അക്കാലത്തെ സമര ഗീതങ്ങളും സമര കാവ്യങ്ങളുമെല്ലാം തികഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുനഃപ്രവയലാർ സമര കാലഘട്ടത്തിൻ്റെതായ ഒരു ബൃഹത്തായ സാഹിത്യം നമുക്ക് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐതിഹാസികമായ സമരത്തിന്റെ ഓർമ്മകൾ 7 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ആ സമര കാലഘട്ടത്തിന്റെ ആ ഒരു കാലഘട്ടം നൽകിയ വിപ്ലവ വീര്യത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടായ സാഹിത്യ രചനകളുടെ ഒരു ആർക്കീവ് നമുക്കിനിയും സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുമെന്നാണ് എന്റെ പ്രത്യാശ. വയലാർ ഗർജിക്കുന്നു എന്ന ഭാസ്കരന്മാരുടെ മഹത്തായ ഖണ്ഡകാവ്യത്തിലെ വരികൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്. വയലാറിന്നൊരു കൊച്ചു ഗ്രാമമല്ലാത്തത് വില കാണാനാവാത്ത കാവ്യമത്രയും മലയാള സിനിമാറിൽ വർദ്ധിതന്മാർ സ്വന്തം ഹൃദയരക്തത്താൽ കുറിച്ച കാവ്യം. വയലാർ വരെ ഇന്നപ്രയം ഹൃദയരക്തത്താൽ കുറിച്ച കാവ്യമാണ് മലയാളികളുടെ മനസ്സിൽ. ഇന്ന് ഈ പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയ ശ്രീ പി ആർ അജയനും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട സഹാക്കൾക്കും എന്റെ അഭിവാദ്യങ്ങളും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നമസ്കാരം. താങ്ക് യു. അലയടിച്ചെത്തുന്ന തെക്കൻ കൊടുങ്കാറ്റിൽ അലറുന്ന വയലാറിൻ ശബ്ദം കേൾപ്പൂ, അലറുന്ന വയലാറിൻ ശബ്ദം കേൾപ്പൂ.